ഹരി ഓം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പ്രണാമം. ഗുരുഭവനപുരേ ഹന്തഭാഗ്യം ജനാനാം. ഭൂലോക വൈകുണ്ഠമായ ഗുരുഭവനപുരിയിൽ ഗുരുവായൂരപ്പൻ്റെ ചാരത്തിരുന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ തെക്കേ നടയിലുള്ള ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് പൈതൃകം ഭാഗവതോത്സവം നമുക്ക് ഭാഗവതാമൃതം നുകരാം. 2025 ഫെബ്രുവരി 16 ആരംഭിച്ച് ഫെബ്രുവരി 23 വരെ നടക്കുന്ന പൈതൃകം ഭാഗവതോത്സവത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ ഭക്ത്യാദരോടെ ക്ഷണിക്കുകയാണ്. ഭാഗവതം ജീവിതത്തിൻ്റെ കണ്ണാടിയാണ്. സാധാരണ കണ്ണാടിയിൽ നമ്മുടെ മുഖം അതുപോലെ റിഫ്ലക്റ്റ് ചെയ്യും. എന്നാൽ നിങ്ങൾ ഭാഗവതം ഒരിക്കൽ കേട്ടു നോക്കൂ. നിങ്ങൾ ഭാഗവതത്തിലേക്ക് ആഴ്ന്നിറങ്ങും തോറും, നിങ്ങൾ ഭാഗവതം കേൾക്കും തോറും നിങ്ങൾക്ക് ഭാഗവതത്തിൽ നിന്ന് തിരിച്ചു കിട്ടുന്ന ഒരു ദൈവീക ശക്തി, ഊർജം, അത് നിങ്ങളുടെ ജീവിതത്തെ പാടെ മാറ്റിക്കളയും. കൂടുതൽ കൂടുതൽ മനസ്സിനൊരു കരുത്തും ശക്തിയും സന്തോഷവും മുന്നോട്ട് ജീവിതത്തെ നയിക്കാനുള്ള ഒരു ഊർജവും പ്രോത്സാഹനവും പ്രചോദനവും ഇത്രയുമൊക്കെ തരാൻ സാധിക്കുന്ന ഭാഗവതത്തെ നമുക്ക് അനുഭവിക്കണ്ടേ? നമ്മുടെ ജീവിതം ധന്യമാവണ്ടേ, കൃതാർത്ഥമാവണ്ടേ, അനുഗ്രഹീതമാവണ്ടേ? ഭാഗവതം പണ്ട് കാലത്ത് പരീക്ഷത്ത് മഹാരാജാവിന് പറഞ്ഞു കൊടുത്താണെങ്കിലും ഭാഗവതത്തിൽ തന്നെ പറയുന്നുണ്ട്, മനുഷ്യരെല്ലാവരും പരീക്ഷത്തുമാരാണ്. അതെന്താണ് നമ്മളെയൊക്കെ പരീക്ഷത്തെന്ന് വിളിക്കാൻ കാരണം നമ്മുടെ എല്ലാം ജീവിതത്തിൽ തക്ഷകനെന്ന ഒരു പ്രതിസന്ധി, പ്രയാസം, ദുഃഖം, വിഷമം നേരിടുന്നുണ്ട്. തക്ഷകൻ കേവലം ഒരു പുറത്തുള്ളൊരു പാമ്പല്ല. തക്ഷകൻ എന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന പ്രയാസങ്ങളാണ്, പ്രശ്നങ്ങളാണ്. ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരില്ലേ? ദാമ്പത്യ പ്രശ്നങ്ങളുള്ളവരില്ലേ? സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരില്ലേ? ജോലി കിട്ടാത്തവർ, വിവാഹം നടക്കാത്തവർ, വിവാഹം നടന്നിട്ടുള്ള പ്രശ്നങ്ങളുള്ളവർ, ഇങ്ങനെ പല വിധത്തിലുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് ഇതിനൊരു പരിഹാരം തരാൻ എന്താ വഴി? ആ പരിഹാരം നിങ്ങളുടെ ഉള്ളിൽ തെളിഞ്ഞു കിട്ടാൻ ഭാഗവതാമൃതം ഒന്ന് നുകർന്നു നോക്കൂ. ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിലിരുന്ന് ഭാഗവതം കേൾക്കുമ്പോൾ അതിൻ്റെ അനുഗ്രഹീത ശക്തി അത്രയും 10 മടങ്ങാണ്. അതുകൊണ്ട് ഈ ഒരു സുവർണാവസരം നിങ്ങളാരും നഷ്ടപ്പെടുത്തരുത്. 2025 ഫെബ്രുവരി 16 3 മണിക്ക് ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിൽ ആയിരക്കണക്കിന് അമ്മമാർ താലപ്പൊലിയേന്തി ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹവും ഭാഗവതവും ഗുരുവായൂരപ്പനെ പ്രദക്ഷിണം വെച്ച് എഴുന്നള്ളിച്ചുകൊണ്ട് ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ കൊണ്ടുവന്ന് അവിടെ മുൻ മേൽശാന്തി ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹത്തെ സ്ഥാപിക്കുന്നു. തുടർന്ന് വ്യത്യസ്ത മതവിഭാഗങ്ങളിൽ ജനിച്ചവരാണെങ്കിലും ഭാരത സംസ്കൃതിയെ ഹൃദയത്തിലേറ്റി ഭാരത സംസ്കാരത്തെ ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന, അതിനെ ഉൾക്കൊള്ളുന്ന കേരളത്തിലെ 3 അതുല്യ പ്രതിഭകൾ, അവരാണ് പൈതൃകം ഭാഗവതോത്സവത്തിന് തിരുകുളത്തെ ഉദ്ഘാടനം ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തെ അനുഗ്രഹീതമാക്കുന്ന ഈ ധന്യമായ മുഹൂർത്തത്തെ നിങ്ങളാരും നഷ്ടപ്പെടുത്തരുത്. ഞാൻ എല്ലാവരെയും വീണ്ടും വീണ്ടും ഭക്ത്യാദരോട് ക്ഷണിക്കുകയാണ്. ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിലിരുന്നു കൊണ്ട് ഭാഗവതാമൃതം നുകരാൻ പൈതൃകം ഗുരുവായൂർ ഒരുക്കുന്ന ഭാഗവതോത്സവം നമ്മുടെ ജീവിതത്തെ അനുഗ്രഹീതമാക്കട്ടെ. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ 9497411559. ഒരിക്കൽ കൂടി പറയാം, 9497411559. മറ്റൊരു നമ്പർ 9846193438. ഒരിക്കൽ കൂടി പറയാം, 9846193438. നിങ്ങളെല്ലാവരെയും ഫെബ്രുവരി 16 3 മണിക്ക് ഗുരുഭവനപുരിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിൽ നമുക്ക് ഭാഗവതാമൃതം നുകരാം. ഹരി ഓം. പ്രണാമം.